ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പിയല്ലേ? മാൽദീവ്സിൽ ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡിൽ നിന്നും മറ്റൊരു ഐലൻഡിലേക്ക് പോകുന്ന യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. നമ്മുടെ മാൽദീവ്സ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പബ്ലിക് ഫെറിയിലാണ് ഇന്നത്തെ യാത്ര. മാൽദീവ്സിലെ കാഫറ്റോളിലുള്ള ഹുറ എന്ന ഐലൻഡിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഹുറയിലെത്തുന്നതിന് മുമ്പുള്ള തുളുസ്തു എന്ന ഐലൻഡാണ് ഈ കാണുന്നത്. യാത്രക്കാരെ കയറ്റിയ ശേഷം തുളുസ്തുവിൽ നിന്നും ഫെറി അടുത്ത ഐലൻഡായ ഹുറയിലേക്ക് നീങ്ങി. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം മറ്റു യാത്രക്കാരുമായി ഫെറി മാലയിലേക്ക് പോയി. ഈ കാണുന്നതാണ് ഹുറയുടെ വെൽക്കം ബോർഡ്. ഓരോ ഐലൻഡിലും ഇതുപോലെ പേരെഴുതിയ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള എഴുത്ത്. ഇതാണ് ഹുറ ഐലൻഡിലെ സ്കൂൾ. അതിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ പ്രീ സ്കൂളും നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്നതാണ് ഹുറ ദ്വീപിലെ പ്രധാന മസ്ജിദ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെയെല്ലാം കറങ്ങി നടന്ന് കുറേ ദൃശ്യങ്ങൾ പകർത്തി. നമ്മുടെ കുട്ടി ഊഞ്ഞാലിൽ കിടന്ന് ആടുന്നു. അങ്ങനെ ഞങ്ങൾ ഹുറയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഹുറയുടെ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടന്നു. വളരെ പഴക്കം ചെന്ന ഒരു ആൽമരം നമുക്കിവിടെ കാണാം. മാലദ്വീപിലെ ഓരോ ഐലൻഡിൻ്റെയും ഘടനയും അവിടെ നിന്നുള്ള കാഴ്ചകളും തികച്ചും വ്യത്യസ്തമാണ്. ഹുറയിലെ പ്രധാന ആകർഷണമായി തോന്നിയത് നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള കണ്ടൽ കാടുകളാണ്. ഇത് കാണുന്ന സമയം ഇത് മാൽദീവ്സ് തന്നെയാണോ എന്ന് ചെറിയൊരു സംശയം തോന്നി. വെള്ളത്തിലൂടെ നീന്തിപ്പോകുന്ന കുട്ടി ഷാർക്കിനെയും നമുക്കിവിടെ കാണാം. പിന്നീട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിൾ എടുത്തു കഴിച്ചു. ഇവിടുത്തെ ഖബർസ്ഥാൻ നമ്മുടെ നാട്ടിലുള്ളതുപോലെ പള്ളിയോട് ചേർന്നല്ല ഉള്ളത്. അത് സെപ്പറേറ്റായി മറ്റൊരിടത്താണ്. ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി. ഹുറയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഐലൻഡിലേക്ക് തിരിച്ചു പോകാനുള്ള ഫെറി കാത്തുനിന്നു. ആ സമയത്താണ് വിദേശികളുമായി വന്ന സീ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സീ പ്ലെയിൻ നോക്കി നിന്നപ്പോഴാണ് ഫെറി വരുന്നത് കണ്ടത്. എങ്കിലും ഫെറിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ സീ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളും വീണ്ടും വരാമെന്ന പ്രതീക്ഷയുമായി ഫെറിയിൽ കയറി ഞങ്ങൾ ഞങ്ങളുടെ ഐലൻഡിലേക്ക് തന്നെ തിരിച്ചുപോയി.